എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളെ പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ്, ഇന്ത്യയുടെ ആകെ വിസ്തീർണമാണ് 32,87,263 ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണമാണ് 32,87,263 ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. എന്താണ്? ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17 മുതൽ 18% വരെ. അതായത് ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17 മുതൽ 18% വരെയാണ്. അടുത്ത ഫാക്റ്റ്, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 7ാം സ്ഥാനം. അപ്പോൾ ലോകരാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 7ാം സ്ഥാനം. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ 7 രാജ്യങ്ങളും അതിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ വലുപ്പത്തിൽ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ, പിന്നീട് കാനഡ, പിന്നെ ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ, പിന്നെ 7ാം സ്ഥാനത്ത് ഇന്ത്യ. അപ്പോൾ ഏറ്റവും വലിയ രാജ്യം റഷ്യ, പിന്നീട് അങ്ങോട്ട് കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനമാണ് 7ാം സ്ഥാനം. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളമാണ് 3214 കിലോമീറ്റർ. അതായത് 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളം. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളമാണ് 3214 കിലോമീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള നീളമാണ് 2933 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളം 3214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള നീളം എന്ന് പറയുന്നത് 2933 കിലോമീറ്ററുമാണ്. അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുടെ സ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ്, ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്റ്റ്, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയിൽ. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാക്ഷാംശം 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 97 ഡിഗ്രി 25 ഇടയിൽ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് പൂർവ്വ രേഖാംശം 68 ഡിഗ്രി 7 97 ഡിഗ്രി 25 ഇടയിൽ. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ചിരിക്കുന്നത് 6 ഡിഗ്രി 45 ഉത്തരാക്ഷാംശം വരെയാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ തെക്കൻ അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ചിരിക്കുന്നത് 6 ഡിഗ്രി 45 ഉത്തരാക്ഷാംശം വരെയാണ്. അടുത്ത ഫാക്റ്റ്, ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ്. അടുത്ത ഫാക്റ്റ്, ഇന്ത്യയുടെ അക്ഷാംശ മൂല്യമനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ അക്ഷാംശ മൂല്യമനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. അടുത്ത ഫാക്റ്റ്, വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിൽ. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയുടെ അക്ഷാംശ മൂല്യമനുസരിച്ച് തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അക്ഷാംശ മൂല്യമനുസരിച്ച് വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഉപോഷ്ണ മേഖല അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖലയിലാണ്. ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള ചില ഫാക്റ്റുകൾ പരിചയപ്പെടാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഇംഗ്ലീഷ് ടൈമിൽ പറയുമ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയും. അപ്പോൾ അതിലെ ആദ്യത്തെ ഫാക്റ്റ്, വൻകരകളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വ്യക്തമായി വേറിട്ട് നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഉപഭൂഖണ്ഡം. എന്താ പറയുന്നത്? വൻകരകളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ വ്യക്തമായി മാറിട്ട് നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഉപഭൂഖണ്ഡം. നെക്സ്റ്റ്,
ഉപഭൂഖണ്ഡങ്ങളിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സംസ്കാരം മുതലായവ അവ സ്ഥിതി ചെയ്യുന്ന വൻകരകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഉപഭൂഖണ്ഡങ്ങളിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സംസ്കാരം മുതലായവ അവ സ്ഥിതി ചെയ്യുന്ന വൻകരകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7 എണ്ണം. അടുത്ത ഫാക്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. ഇനി ആ 7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് മാലിദ്വീപ്. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ പരിശോധിച്ച് പോകാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം ഹിമാലയമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര, അതുപോലെ തന്നെ സുലൈമാൻ നിരകൾ. നെക്സ്റ്റ് വടക്ക് കിഴക്കായിട്ടാണ് പൂർവാചൽ. വടക്ക് കിഴക്കായിട്ടാണ് പൂർവാചൽ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതുപോലെ തന്നെ തെക്ക് കിഴക്കായിട്ടാണ് ബംഗാൾ ഉൾക്കടൽ. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അറബിക്കടൽ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര, അതുപോലെ തന്നെ സുലൈമാൻ നിരകൾ. അതുപോലെ തന്നെ വടക്ക് കിഴക്കായിട്ടാണ് പൂർവാചൽ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ബംഗാൾ ഉൾക്കടൽ. നെക്സ്റ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അറബിക്കടൽ. നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ പരിശോധിക്കാം. അപ്പോൾ ഉപദ്വീപ് എന്ന് പറയുന്നത് 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ്. അപ്പോൾ എന്താണ് ഉപദ്വീപ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. അടുത്ത ഫാക്റ്റ്, വൻകരകളിൽ നിന്നും സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന കരഭാഗമെന്നും ഉപദ്വീപിന് നിർവചനമുണ്ട്. അപ്പോൾ ഉപദ്വീപ് എന്നതിന് 2 മീനിങ്സ് ഉണ്ട്. അത് രണ്ടും പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ആദ്യമായി നമ്മൾ പറഞ്ഞത് 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. മറ്റൊരു മീനിങ് എന്ന് പറയുന്നത് വൻകരകളിൽ നിന്നും സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന കരഭാഗമാണ് ഉപദ്വീപ്. അങ്ങനെ 2 രീതിയിലുള്ള മീനിങ് ആണ് ഉപദ്വീപിനുള്ളത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തെ അറബിക്കടൽ എന്നും കിഴക്കുള്ള ഭാഗത്തെ ബംഗാൾ ഉൾക്കടൽ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തെ അറബിക്കടൽ എന്നും കിഴക്കുള്ള ഭാഗത്തെ ബംഗാൾ ഉൾക്കടൽ എന്നും വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചുള്ള 4 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യൻ ഉപദ്വീപിന് 2 മീനിങ് ഉണ്ട്. ആദ്യത്തെ മീനിങ് എന്ന് പറയുന്നത് 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. നെക്സ്റ്റ്, വൻകരകളിൽ നിന്നും സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന കരഭാഗമെന്നും ഉപദ്വീപിന് നിർവചനമുണ്ട്. പിന്നത്തെ ഫാക്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തെ അറബിക്കടൽ എന്നും കിഴക്കുള്ള ഭാഗത്തെ ബംഗാൾ ഉൾക്കടൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇന്ത്യയുടെ അതിർത്തി കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ്, ഇന്ത്യയുടെ കരാതിർത്തിയാണ് 15,106.7 കിലോമീറ്റർ. അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ 15,106.7 കിലോമീറ്ററാണ്. ഇതുകൂടാതെ NCERT 9ാം ക്ലാസ് പാഠപുസ്തക പ്രകാരം 15,200 കിലോമീറ്റർ എന്നും പറയാൻ പറ്റും. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചോ. നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് വരുന്നത് അത് ആൻസർ ചെയ്താൽ മതി.
അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തി 15,106.7 കിലോമീറ്റർ എന്നും അതുപോലെ തന്നെ NCERT 9ാം ക്ലാസ്സിലെ പാഠപുസ്തക പ്രകാരം 15,200 കിലോമീറ്റർ എന്നും 2 ആൻസർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഓപ്ഷൻസിൽ ഏതാണ് വരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. അടുത്ത ഫാക്റ്റ്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. നെക്സ്റ്റ്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 7. ഇതെപ്പോഴും കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക ഓരോ ഫാക്റ്റും. ആദ്യം പറഞ്ഞത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 9. പിന്നീട് പറഞ്ഞ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 7 എണ്ണം. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. ഇനി ആ 7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ. അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 2 എണ്ണം. ഒന്ന് ശ്രീലങ്ക, പിന്നെ മാലിദ്വീപ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 2 എണ്ണം, ശ്രീലങ്കയും മാലിദ്വീപും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. നെക്സ്റ്റ്, ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 3 എണ്ണം, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അടുത്ത ഫാക്റ്റ്, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമറും. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമറും. അപ്പോൾ ഈ പറഞ്ഞ 3 ഫാക്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 2 എണ്ണം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 3 എണ്ണം, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. അടുത്ത ഫാക്റ്റ്, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 2 എണ്ണം, മ്യാൻമാറും ബംഗ്ലാദേശും. നെക്സ്റ്റ് ഫാക്റ്റ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ്, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. എന്താ പറഞ്ഞത്? ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. നെക്സ്റ്റ്, ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. നെക്സ്റ്റ്, ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്റ്റും കുറച്ച് മുൻപ് പറഞ്ഞ ഫാക്റ്റും തമ്മിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ 2 ഫാക്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ എന്നാണ്. ഇപ്പോൾ പറഞ്ഞ ഫാക്റ്റ് എന്താണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന്. ഓക്കെ. നെക്സ്റ്റ് ഫാക്റ്റ്, ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് 3 എണ്ണം, തായ്ലാൻഡും ഇന്തോനേഷ്യ, മ്യാൻമർ. അപ്പോൾ ആൻഡോമാൻ നിക്കോബാർ ദ്വീപുകളുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലാൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമർ എന്നിങ്ങനെ. ഇനി നമുക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും അവ പങ്കിടുന്ന കരാതിർത്തിയെയും കുറിച്ച് പഠിക്കാം. അപ്പോൾ ബംഗ്ലാദേശ് 4096.7 കിലോമീറ്ററുമായി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്, കരാതിർത്തി. അപ്പോൾ അതിൻ്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 4096.7 കിലോമീറ്ററാണ്. അടുത്തത് ചൈന. ചൈനയുമായിട്ട് 3488 കിലോമീറ്റർ കരാതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് 3323 കിലോമീറ്റർ. നേപ്പാളായിട്ട് 1751 കിലോമീറ്റർ. മ്യാൻമറായിട്ട് 1643 കിലോമീറ്റർ. ഇനി ഭൂട്ടാനായിട്ട് നമ്മൾ 699 കിലോമീറ്ററും പിന്നെ അഫ്ഗാനിസ്ഥാനായിട്ട് 106 കിലോമീറ്ററും.
അപ്പോൾ അഫ്ഗാനിസ്ഥാനായിട്ട് ഇന്ത്യ ആകെ കൂടി 106 കിലോമീറ്റർ മാത്രമേ കരാതിർത്തി പങ്കിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഫാക്റ്റ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്റ്റുകൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബംഗ്ലാദേശായിട്ട് 4096.7 കിലോമീറ്ററാണ് ഇന്ത്യ പങ്കിടുന്നത്. ചൈനയുമായിട്ട് 3488 കിലോമീറ്റർ, പാകിസ്ഥാനായിട്ട് 3323 കിലോമീറ്റർ, നേപ്പാളായിട്ട് 1751 കിലോമീറ്റർ, മ്യാൻമറായിട്ട് 1643 കിലോമീറ്റർ, ഭൂട്ടാനായിട്ട് 699 കിലോമീറ്റർ, അഫ്ഗാനിസ്ഥാനായിട്ട് 106 കിലോമീറ്ററും. ഇനി അവസാനമായിട്ട് 2 ഫാക്റ്റുകൾ കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫാക്റ്റ്, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് മാലിദ്വീപും ശ്രീലങ്കയും. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. എന്താ പറയുന്നത്? ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലെടുക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കുമാണ്. അവസാനത്തെ ഫാക്റ്റ്, രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിങ്ങനെ 3 രാജ്യങ്ങൾ. എന്താ പറഞ്ഞത്? രാജ്യത്തിൻ്റെ ഭൂവിഭാഗത്തിൻ്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിങ്ങനെ. അപ്പോൾ ഇത്രയുമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ ഫാക്റ്റ്. എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.